എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്ദന. ആരും മറന്നിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇതൊരു ബിരിയാണി റെസിപ്പിയാണ്. ബിരിയാണി റെസിപ്പി എന്ന് പറയുമ്പം നമുക്കതൊരു സിംഗിൾ റെസിപ്പി അല്ലെങ്കിൽ സിംഗിൾ മെത്തേഡായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു മെത്തേഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതൊരു ബ്രോക്കോളി ബിരിയാണി റെസിപ്പിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ക്യാപ്സിക്കം കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാനിതിവിടെ ആഡ് ചെയ്യുകയാണ്. ഞാനിതൊന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നു എന്ന് മാത്രം. അധികം ക്യാപ്സിക്കം വേസ്റ്റേജ് ആയി പോവാത്തൊരു രീതിയാണിത്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ്. കനം കുറച്ച് അരിഞ്ഞ സവാളയാണ് ഇത്. അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രോക്കോളി, ഇത് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒരു 15-20 മിനിറ്റ് ഇട്ട് വെച്ചതാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം. ചിലപ്പോൾ നമുക്കറിയില്ല അതിനകത്ത് എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട വെള്ളത്തിൽ. അതിന് ശേഷം ക്യാപ്സിക്കവും പനീറും ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിരിയാണിക്കകത്തെ ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇത്രയും വെജിറ്റബിൾസും പിന്നെ പനീറും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതായത് ഒരു 3-4 ടീസ്പൂൺ തൈരും അതുപോലെ ഉപ്പും മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടി അല്ല എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അളവ് കുറച്ചിട്ടാണ് ഇട്ടത്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ അതിലും കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറമെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്തിട്ടില്ല. മഞ്ഞൾപ്പൊടി, മസാല, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ സാധാരണ മസാല ആഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ കുറച്ച് കസൂരി മേത്തി കൈകൊണ്ട് ഞെരടി അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പുതിന, മല്ലിയില ഇവ രണ്ടും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് പുതിന ആഡ് ചെയ്യുന്നുണ്ട്, മല്ലിയില ആഡ് ചെയ്തിട്ടില്ല. പുതിന നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ല് തരും. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി ഞാൻ 1 കപ്പ് ദാവത് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം മാറ്റി വെച്ചതായിരുന്നു. പ്രഷർ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ, റിഫൈൻഡ് സൺഫ്ലവർ ഓയിലോ ഏതായാലും ചേർത്ത് കൊടുക്കാം. ഇത് അല്ലെങ്കിൽ മിക്സ് ചെയ്തും ചേർക്കാം. കുറച്ച് ബട്ടറും കുറച്ച് എണ്ണയും അല്ലെങ്കിൽ കുറച്ച് ഗീ അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്തു. അതായത് ഗ്രാമ്പൂ, ജീരകം, വലിയ ജീരകം, കറുവാപ്പട്ട, ഏലക്ക ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊരു ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായി മണം വരുമല്ലോ. ആ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ച പച്ചക്കറികളും
ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർക്കാം. ചിലർ കുതിർത്തി ഒരു 30 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാറുണ്ട്. അതും നല്ലതാണ്. ഞാനിവിടെ അത് ചെയ്തിട്ടില്ല. ഇനി അതിനനുസരിച്ച് ആവശ്യത്തിന് ഒരു 2 കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെയാണ് വയ്ക്കേണ്ടത്. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് അരി കറക്റ്റ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അരി ഒട്ടി പിടിക്കാതെ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഈ പ്രഷർ കുക്കർ ബ്രോക്കോളി ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സമയം കിട്ടുമ്പോൾ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട, ലൈക്ക് ചെയ്യണ്ട. പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് പറയണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.